ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 2-ാം അധ്യായം. ഉദ്ധവരുടെ ഭഗവത് സ്മരണ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് യാദൃച്ഛികമായി വിതുരർ ഉദ്ധവരെ കണ്ടുമുട്ടുന്നതാണ്. തീർത്ഥാടനത്തിനിടയിൽ വിതുരർ ഉദ്ധവരെ ഗാഢമായി ആലിംഗനം ചെയ്തതിനു ശേഷം ഭഗവാന്റെയും ഭഗവാന്റെ ബന്ധുക്കളുടെയും വിശേഷങ്ങൾ ഓരോന്നോരോന്നായി ചോദിച്ചറിയാൻ ശ്രമിച്ചു. പക്ഷേ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ചോദിച്ച വിതുരരോട് ഉദ്ധവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം ഭഗവത് നാമം കേട്ട മാത്രയിൽ ഭഗവാന്റെ സ്മൃതിയുടെ അതിരേകത്താലുണ്ടായ ഹൃദയത്തുടുപ്പിൽ ഉദ്ധവർ തന്നെ മറന്നുപോയിരുന്നു. കുട്ടിക്കാലത്ത് 5 വയസ്സുള്ളപ്പോൾ പോലും ഉദ്ധവർ ഭഗവത് പ്രേമത്തിൽ അലിഞ്ഞു പോകുമായിരുന്നു. മാതാവ് പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചാൽ പോലും അദ്ദേഹം ഭഗവാനിൽ മതിമറന്ന് അതുപേക്ഷിക്കാറുണ്ടായിരുന്നു. ചെറുപ്പകാലം മുതൽക്കേയുള്ള കൃഷ്ണപ്രേമം വയസ്സായ ഈ അവസ്ഥയിലും തീവ്രമായിരുന്നതിനാൽ ഭഗവാനെക്കുറിച്ച് കേട്ട നിമിഷം തന്നെ ഉദ്ധവരുടെ മനസ്സിൽ ഭഗവാനുമായുള്ള സകല സ്മൃതികളും ഉണർന്നു. ഒരു നിമിഷത്തേക്ക് ഉദ്ധവർ ശരീരമിളകാതെ സ്തബ്ധനായി നിന്നു. ഭഗവത് പാദപങ്കജങ്ങളെ സ്മരിച്ചുണ്ടായ ഹർഷോന്മാദത്തിൽ അദ്ദേഹം അലിഞ്ഞു ചേരുകയായിരുന്നു. അതിൽ അദ്ദേഹം കൂടുതൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ വിതുരർക്ക് തോന്നി. ഉദ്ധവരുടെ അംഗങ്ങൾ തോറുമുണ്ടായ അത്യുത്കൃഷ്ടമായ ചലനങ്ങൾ കണ്ടപ്പോൾ കൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്ര സ്നേഹം പ്രസരിച്ച് സംപ്ലുതമായ അനുഭൂതിയെ വിതുരർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിതുരർ ഉദ്ധവരുടെ കണ്ണുനീർ തുടച്ചു. ഉദ്ധവർ ക്രമേണ ഭഗവത് ധാമാനുഭൂതിയിൽ നിന്നും താഴെ നരലോകത്തിലേക്ക് ഇറങ്ങി വന്നു. കവിളിൽ കൂടി ഒഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭഗവാനും താനുമായുള്ള തൻ്റെ സ്മൃതികളിൽ ഓരോന്നോരോന്ന് ചികഞ്ഞെടുത്ത് അത്യന്തം ആനന്ദത്തോടെ വിതുരരോട് അദ്ദേഹം പറയുവാൻ തുടങ്ങി. ഉദ്ധവർ പറയുകയാണ്: പ്രിയ വിതുരരെ, നമ്മുടെ ക്ഷേമത്തെപ്പറ്റി ഇനി എന്ത് പറയാൻ? ലോകത്തിൻ്റെ മുഴുവൻ സൂര്യനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ നിന്നും മറഞ്ഞു. ഗൃഹമാകട്ടെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെടുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ജലത്തിനടിയിൽ നിന്നും മത്സ്യം ചന്ദ്രനെ അറിയുന്നത് പോലെ അല്ലാതെ അതിനപ്പുറം ഭഗവാൻ ഹരിയെ മനസ്സിലാക്കാൻ ഈ യദുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഇവർ ശരിക്കും ദൗർഭാഗ്യരാണ്. എന്തിനു പറയാൻ, ഈ പ്രപഞ്ചം തന്നെ ഭാഗ്യം നശിച്ചതായി മാറിയിരിക്കുന്നു. യദുക്കൾ പ്രൗഢിയുള്ളവരും ആത്മജ്ഞാനികളുമായിരുന്നെങ്കിലും അവർ ഭഗവാനെ അറിഞ്ഞിരുന്നത് തങ്ങളെക്കാൾ ഉയർന്ന് എല്ലായിടവും വർത്തിക്കുന്ന ഒരുവനായി മാത്രമായിരുന്നു. പക്ഷേ ശരണാഗതരുടെ ബുദ്ധിയെ ഒരു കാലത്തും മായാബദ്ധമായ ഒരു ശക്തിക്കും ഭഗവത് പ്രേമത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ സാധ്യമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ആധ്യാത്മിക രൂപത്തെ ലോകസമക്ഷം കാഴ്ചവെച്ചതിന് ശേഷം തുടർന്ന് തന്നെ കാണാൻ അയോഗ്യരായവരുടെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. അവൻ തൻ്റെ അധ്യാത്മലീലകൾ കാട്ടാനായി മർത്യരൂപം പൂണ്ട് ഇവിടെ അവതരിച്ചു. അതിലൂടെ തൻ്റെ യോഗമായയെയും ഐശ്വര്യത്തെയും എല്ലാത്തിനുമുപരി സകല ആഭരണങ്ങളുടെയും ആഭരണമായ ആ നിർമ്മല പാദത്തെയും ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. മഹാരാജാവ് യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയ മഹായജ്ഞത്തിൽ 3 ലോകങ്ങളിലുമുള്ള ദേവതകൾ പങ്കെടുത്തിരുന്നു. ഭഗവാനെ ദർശിച്ച മാത്രയിൽ തന്നെ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിപ്രാവീണ്യത്തിൽ അങ്ങേയറ്റ മഹത്തായ ആ കളയവര ഭംഗിയിൽ അവർ മതിമറന്നു. രാസലീല കഴിഞ്ഞ് ഭഗവാൻ മടങ്ങിപ്പോയതിലുണ്ടായ വിരഹം വ്രജത്തിലെ ഗോപികമാർക്ക് അത്യന്തം മനോവേദനയുണ്ടാക്കി. അവർ ഗൃഹത്തിലെ വേലകളിലൊന്നും മനസ്സ് വയ്ക്കാതെ സ്തബ്ധബുദ്ധികളായി മാറി. അവരുടെ കണ്ണുകൾ എല്ലായിടവും ഭഗവാനു വേണ്ടി പരക്കം പാഞ്ഞു. സർവചരാചരങ്ങളിലും അനുകമ്പയുള്ള ഭഗവാൻ അജനനിരിക്കലും തൻ്റെ ഭക്തന്മാർ ത്രിഗുണന്മാരായവരിൽ നിന്ന് ക്ലേശമനുഭവിക്കുമ്പോൾ മഹത്തത്വത്തെ പിന്തുടർന്ന് അഗ്നിയുണ്ടാകുന്നത് പോലെ അവൻ അവിടെ അവതീർണനാകുന്നു. ജന്മരഹിതനായ അവൻ കാരാഗൃഹത്തിൽ വസുദേവർക്ക് മകനായി എങ്ങനെ പിറന്നു? തൻ്റെ പിതാവിൻ്റെ സംരക്ഷണയിൽ നിന്നും വ്രജത്തിലേക്ക് പുറപ്പെട്ട് അവിടെ ശത്രുക്കളെ ഭയന്ന് എന്തിനു വേണ്ടി വേഷം മാറി ജീവിച്ചു? സർവശക്തനായിരുന്നിട്ടും അവൻ എന്തിനു വേണ്ടി മധുരയിൽ നിന്നും പലായനം ചെയ്തു? അമ്പരപ്പിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് അസഹനീയമായ ദുഃഖമാണ് തോന്നുന്നത്. കംസനോടുള്ള ഭയത്താൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച്
അവരെ വേണ്ട വിധം പരിചരിക്കുവാൻ കഴിയാത്തതിലുള്ള പശ്ചാത്താപത്താൽ ഭഗവാൻ അവരോട് മാപ്പിരക്കുന്നു. ഇങ്ങനെയുള്ള അവൻ്റെ ചെയ്തികളൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഒരിക്കൽ യാതൊരുവൻ അവൻ്റെ പാദസരോജരേണുവിൻ്റെ സൗരഭ്യം അനുഭവിച്ചിട്ടുണ്ടോ? അവൻ ആ അനുഭൂതിയെ പിന്നീടൊരിക്കലും മറക്കുന്നില്ല. ആ ഭഗവാന്റെ പുരികങ്ങളുടെ ചലനമാത്രയിൽ അധർമ്മികൾക്ക് അവൻ മൃത്യുദണ്ഡനമേകുന്നു. ഹേ വിതുരരെ, ഭഗവാന്റെ ശത്രുവായിരുന്നിട്ട് കൂടി ചേതിയുടെ രാജാവായ ശിശുപാലൻ യോഗചര്യയുടെ പാരമ്യതയിലെത്തിയിരുന്നു. ഈ സ്ഥാനമാണ് മഹാത്മാക്കളായ യോഗികൾ പോലും കൊതിക്കുന്നത്. അങ്ങനെയിരിക്കെ ആർക്കാണ് കരുണാമയനായ അവനെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കുന്നത്? കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അനേകം യോദ്ധാക്കൾ അർജുനൻ്റെ അസ്ത്രങ്ങളുടെ കടന്നാക്രമണത്തിന് വിധേയരായി. പക്ഷേ നയനസായുജ്യമാകുന്ന ഭഗവാന്റെ പുഞ്ചിരി തിളങ്ങിയ മുഖകമല ദർശനത്താൽ ഒന്നുകൊണ്ട് മാത്രം അവർക്കെല്ലാം അവൻ്റെ ധാമപ്രാപ്തിയുണ്ടായത് അങ്ങ് നേരിട്ട് കണ്ടനുഭവിച്ചതാണല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ 3 ലോകങ്ങളുടെയും ഈശ്വരനാണ്. അവൻ സർവസ്വതന്ത്രനും സർവൈശ്വര്യങ്ങളുടെ നാഥനുമായ പരമപുരുഷനാണ്. സകല ലോകപാലകന്മാരും തൻ്റെ സർവ്വവിധ സൗഭാഗ്യങ്ങളും അവൻ്റെ തിരുമുന്നിൽ കാഴ്ചവെച്ച് തങ്ങളുടെ കിരീടങ്ങൾ അവൻ്റെ തൃപ്പാദത്തിൽ മുട്ടിച്ച് അവനെ ആരാധിക്കുന്നു. സിംഹാസനസ്ഥിതനായ ഉഗ്രസേന മഹാരാജാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കൽ ആ നാരായണൻ പറഞ്ഞു, ഹേ പ്രഭു, ഒരപേക്ഷ അങ്ങയെ അറിയിക്കുവാനുണ്ട്. ഇക്കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തേങ്ങുകയാണ്. സ്തനത്തിൽ വിഷം തേച്ച് വിഷപ്പാൽ കുടിപ്പിച്ച് ആ പരമാത്മാവിനെ ഇല്ലാതാക്കാൻ വന്ന പൂതനയ്ക്ക് മാതൃസ്ഥാനം നൽകിയ അവനേക്കാൾ കരുണാമയനായ ആരെയാണ് നാം ഇന്ന് ആശ്രയിക്കേണ്ടത്? ഭഗവാനോട് ശത്രുത വെച്ച് പുലർത്തുന്ന അസുരന്മാരെയാണ് ഞാൻ ഭക്തന്മാരെക്കാളും വലുതായി കാണുന്നത്. കാരണം മനസ്സിൽ ശത്രുതയുടെ മൂർത്തിമത് ഭാവവുമായി അവർ അവനോട് യുദ്ധത്തിനെടുക്കുമ്പോൾ ഗരുഡോപരി സുദർശന ചക്രം ധരിച്ച് മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ അവർക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. ബ്രഹ്മാവ് ഒരിക്കൽ അർത്ഥിക്കയാൽ ലോകമംഗളത്തിനായിക്കൊണ്ട് വസുദേവരുടെ പുത്രനായി ദേവകിയുടെ ജഠരത്തിൽ ഭോജൻ്റെ കാരാഗൃഹത്തിൽ ആ പരമാത്മാവ് പിറവിയെടുത്തു. ഉടൻ തന്നെ കംസനെ ഭയന്ന് വസുദേവർ അവനെ നന്ദഗോപരുടെ വ്രജത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവൻ ഒരു ഗൂഢ അഗ്നിയെപ്പോലെ 11 വർഷക്കാലം സോദരൻ ബലരാമനൊപ്പം ജീവിച്ചു. അവൻ ഗോക്കളോടും ഗോപാലന്മാരോടുമൊപ്പം കളിച്ചു വളർന്നു. യമുനയുടെ തീരത്തുകൂടിയും ഇടതൂർന്ന കായകനിത്തോട്ടങ്ങളിലൂടെയും ആനന്ദിച്ച് സഞ്ചരിച്ചു. പക്ഷികളുടെ കൂജനം അവിടമാകെ മാറ്റലിക്കൊണ്ടു. വൃന്ദാവനവാസികൾ അവൻ്റെ ബാലലീലകൾ കണ്ടാനന്ദിച്ചു. ഒരു ബാലനെപ്പോലെ ചിലപ്പോൾ അവൻ കരഞ്ഞും ചിലപ്പോൾ ചിരിച്ചും അവരുടെ പ്രിയപുത്രനായി. ഒരു സിംഹക്കുട്ടിയെപ്പോലെ അവൻ വളർന്നു വന്നു. സർവൈശ്വര്യങ്ങളുടെയും നായകനായ കൃഷ്ണൻ ഗോക്കളെ മേച്ചു നടക്കുന്നതിനിടയിൽ അരയിൽ തിരുകിയിരുന്ന ഓടക്കുഴലെടുത്ത് ചുണ്ടോട് ചേർത്ത് മധുരമായി പാടുമായിരുന്നു. ആ അലൗകിക സംഗീതത്തിൽ തൻ്റെ ഗോപകൂട്ടുകാരെ അവൻ ആനന്ദിപ്പിക്കുമായിരുന്നു. അവൻ്റെ പ്രാണനെ ഹനിക്കുവാൻ ഭോജാധിപനായ കംസൻ നിരവധി മായാവികളെ അയച്ചു. എന്തിനും ശക്തരായ ഈ മാന്ത്രികരെ കൃഷ്ണൻ കളിപ്പാട്ടം പൊട്ടിച്ചെറിയുന്ന ലാഘവത്തിൽ തകർത്തെറിഞ്ഞു. യമുനാ നദിയിൽ കാളിയൻ എന്ന ഒരു വിഷസർപ്പം വിഷം വമിച്ച് ജലത്തെ ദുഷിപ്പിച്ചതിൽ വൃന്ദാവനവാസികൾ അതീവ ദുഃഖത്തിലായി. പക്ഷേ കൃഷ്ണൻ കാളിയനെ വേണ്ടവിധം ശിക്ഷിച്ച് യമുനാജലത്തെ പരിശുദ്ധമാക്കി. പിന്നീടത് ഗോക്കൾ യഥേഷ്ടം കുടിച്ചു. യമുന മുന്നേപ്പോലെ ശുദ്ധമായതിൽ വ്രജവാസികൾ സന്തോഷിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും നന്ദൻ്റെ ധനത്തിൻ്റെ ഉചിതമായ വ്യയം ഉറപ്പുവരുത്തുന്നതിനായും ബ്രാഹ്മണരുടെ സഹായത്താൽ ഭഗവാൻ വ്രജത്തിൽ ഗോപൂജ നടത്തുവാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. ഹേ അനക്കനായ വിതുരരെ, ഇന്ദ്രൻ്റെ വിഹിതം മുടങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്തതെന്താണെന്നറിയണ്ടേ? വൃന്ദാവനത്തിൽ ഇന്ദ്രൻ അഹോരാത്രം തുടർച്ചയായി പേമാരി പേയിച്ചുകൊണ്ട് ഗോപന്മാരെ ദുഃഖത്തിലാഴ്ത്തി. എന്നാൽ സർവശക്തനായ കൃഷ്ണനാകട്ടെ ഗോവർദ്ധനാചലത്തെ തൻ്റെ വിരൽത്തുമ്പിൽ കുടയായി ഉയർത്തിപ്പിടിച്ച് തനിക്ക് ചുറ്റും തൻ്റെ ഭക്തരെ സംരക്ഷിച്ചു. അങ്ങനെ ആ കൊടും പേമാരിക്കുമേൽ അവൻ തൻ്റെ കാരുണ്യവർഷം പൊഴിച്ചു. പിന്നീട് നിലാവുള്ള ഒരു ശരത്കാല രാത്രിയിൽ അവൻ
ഒരു സുന്ദര പുരുഷനായി ഗോപസ്ത്രീകളാൽ ചുറ്റപ്പെട്ട് അതിമധുരതരം മുരളീഗാനം പൊഴിച്ചുകൊണ്ട് ആ ഗോപികാഹൃദയങ്ങളെ പരമ്പൊരുളായ തന്നിലേക്ക് ആകർഷിച്ചു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 2-ാം അധ്യായം സമാപിക്കുന്നു. ഹരിഃ ഓം.